ഗഡിയോള രാവിലെ തന്നെ എണീറ്റപ്പോൾ റൂമിൻ്റെ പുറത്ത് ഭയങ്കര ബഹളം. എന്താണെന്ന് നോക്കിയപ്പോൾ എന്തിട്ടാ ഈ ക്യാമ്പിൽ നിന്ന് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ പേര് ഒരുത്തങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പേര് വിളിയുടെ അവസാനം നമ്മുടെ ചെക്കൻ്റെ പേരും അതിൽ വന്നപ്പോൾ ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചു എൻ്റെ പേരും ഞാൻ അതിലുണ്ടാവുമെന്ന്. കുറച്ച് നേരം നോക്കി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞു വിട്ടു, കഴിഞ്ഞാൽ ആരും ഇല്ലയെന്ന് പറഞ്ഞു. സബാഷ്. അങ്ങനെ നമ്മുടെ ചെക്കൻ്റെ പേര് വന്നു. അപ്പോൾ തന്നെ ചെറുപറാതനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ലോഡ് ആൾക്കാർ, ആകെ 30 പേര് പോണ വണ്ടിയിലാണ് ഈ ചറപറാതന ആൾക്കാർ. എന്തൊട്ട് ചെയ്യണ്. പിന്നെ അവൻ്റെ വണ്ടി തെരഞ്ഞു പിടിച്ച് ലഗേജ് വെക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നേരെ മൂപ്പറിനെ അങ്ങോട്ട് വണ്ടിയിലങ്ങോട്ട് കയറിയപ്പോൾ നിറച്ച ആൾക്കാരും. ഒരു വിധത്തിന് അവനെ അകത്ത് കയറ്റി അവൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ കൊണ്ടുവച്ച് മച്ചാൻ ഫ്രണ്ടിൽ വന്ന് അങ്ങോട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവൻ വീണ്ടും വേറെ ലിസ്റ്റ് കൊണ്ടുവന്നേക്കണം. ആ ലിസ്റ്റിൽ നമ്മുടെ റൂമിലത്തെ വേറെ 2 പേര്. ചേട്ടോ അപ്പോഴും എൻ്റെ പേരായാലും ഇല്ല കേട്ടോ. ഞാനും വേറെ എപ്പോഴും പെൻഡിങ് ആയാലും കിടക്കുക. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി, ഇനി നമ്മൾ അവർക്ക് ആവശ്യമില്ലടാ എന്നുള്ള ലെവലിൽ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അവരുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണ തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ അവരും പെട്ടി ലഗേജൊക്കെ പുറത്തേക്ക് എടുത്ത് ഇറങ്ങി. അപ്പോൾ അവന് ഒരു 5 രൂപയുടെ ചെറിയ റീചാർജ് മൊബൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു 5 ദിർഹത്തിൻ്റെ റീചാർജും ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവരുടെ വണ്ടി കണ്ടുപിടിച്ച് അതിൽ കയറാനുള്ള തിരക്കിലായിരുന്നു പിന്നെയുള്ള പരിപാടി. ഈ പറഞ്ഞ പോലെ ആദ്യം പോയ വണ്ടിയിലത്തെ പോലെ തന്നെ ഈ അടുത്ത വണ്ടിയിൽ ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ. അതിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടില്ലേ. അപ്പോൾ ആദ്യത്തെ വണ്ടിയിൽ ഫുള്ളായി. അപ്പോൾ പിന്നെ രണ്ടാമത്തെ വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ വണ്ടി റൂവേഴ്സിലേക്കാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ അവരൊക്കെ കൂടി ആ വണ്ടിയിലും കയറി. അങ്ങനെ അവർക്കൊരു ടാറ്റയും കൊടുത്ത് ഞാൻ റൂമിൽ വന്നപ്പോഴുള്ള അവസ്ഥയാണിത്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കാലിയായിട്ടിരിക്കുകയാണ്. അവസാനം ഞാനും അവനും മുഖത്തോട് മുഖം നോക്കി നിന്നു. ഇനി നമ്മളെപ്പോഴാണ്